ഹലോ ഗായ്സ്, ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് വീട്ടിലുണ്ടാക്കി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. വർക്കിംഗ് ഡേയ്സിലൊന്നും മിക്കപ്പോഴും നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാനോ ഒന്നുള്ള അവസരം നമുക്ക് കിട്ടാറേ ഇല്ല. ഹോളിഡേ ഉള്ള ദിവസങ്ങളിലാണ് പലപ്പോഴും നമ്മൾ എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് നല്ല ചുമന്ന അരികളുള്ള ചോറ് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ ചോറ് വെക്കാറുള്ളൂ, കാരണം വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് മാത്രമേ അങ്ങനെ ചോറ് കഴിക്കാറുള്ളൂ. പിന്നെ 2 പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് വളരെ കുറച്ച് മതി. സോ ചോറ്, പിന്നെ വെള്ള അരി അതും നമ്മൾ കുക്ക് ചെയ്യാറുണ്ട് ചിലപ്പോഴൊക്കെ. പിന്നെ കറികൾ ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ക്യാരറ്റ് ബീൻസ് തോരൻ. ഫ്രിഡ്ജിൻ്റെ ഒരു കോണിൽ ഉണങ്ങി ചാകാറായിരിക്കുകയായിരുന്നു. അതിനൊക്കെ ഒരു മോക്ഷം കൊടുക്കാൻ വേണ്ടി ഞാൻ ഇന്നെടുത്ത് തന്നെ അതെല്ലാം അങ്ങ് അരിഞ്ഞു, എല്ലാം എടുത്തു. ഇനി ഉണങ്ങി പോകണ്ടെന്ന് വിചാരിച്ച്. പക്ഷേ വെള്ളമൊക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് അത് നന്നായിരിപ്പുണ്ട്. രുചിയും നല്ലതായിരുന്നു കേട്ടോ. ഞാൻ പ്രതീക്ഷ എന്തായാലും ഉണ്ടാക്കി കഴിച്ചേക്കാം, രുചിയില്ലെങ്കിലും കഴിച്ചേക്കാം എന്നുള്ളൊരിതിലായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. അടുത്തത് ഇപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് ഫോളോ ചെയ്യുന്നതാണ്, സമയം കിട്ടുമ്പോഴൊക്കെ. കാരണം എനിക്ക് അയണിൻ്റെ കുറച്ച് ഡെഫിഷ്യൻസി ഉണ്ട്. നഖത്തിലൊക്കെ ഇങ്ങനെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഞാൻ കുറച്ച് സ്പിനച്ച് പച്ചച്ചീര അത് ഞാനാണെങ്കിൽ വെള്ളത്തിലിട്ട് വേവിച്ച് ഇച്ചിരി നാരങ്ങ പിഴിയുമ്പോഴാണ് കൂടുതൽ അതിലെ ഗുണങ്ങൾ അബ്സോർബ് ചെയ്യുന്നത്. പിന്നെ ഇച്ചിരി സെസ്മി സീഡൊക്കെ ഇട്ട് അലങ്കരിച്ച് അതും കഴിക്കാൻ എടുത്തിട്ടുണ്ട്. രുചി ഇഷ്ടമാണെന്ന് വെച്ചാൽ വലിയ രുചിയൊന്നുമില്ല. അയ്യോ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒരു ഭംഗിയുള്ള രീതിയിൽ എനിക്ക് മീൻകറി കാണിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ മീൻകറിയിൽ വളരെ ഫ്ലോപ്പാണ്. പലപ്പോഴും ഞാൻ വിചാരിക്കും നന്നായിട്ടൊക്കെ ഉണ്ടാകണം. ചില ദിവസങ്ങളിൽ നന്നായി വരും, ചില ദിവസങ്ങൾ വളരെ മോശം. കണ്ടില്ലേ, ഒരു കളറൊന്നും എത്ര രസമില്ല, അമ്മ ഉണ്ടാക്കുന്ന അത്ര ഭംഗിയൊന്നുമില്ല. പക്ഷെ എന്തായാലും മീൻകറിയല്ലേ, കഴിച്ചേക്കാം. ഓക്കെ, ഒരു 2 പീസൊന്നും വേണ്ട, ഒരു പീസ് എടുത്ത് കഴിക്കും. പക്ഷേ രുചിയിൽ അത്ര പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഒരു ഇച്ചിരി പുളി കൂടിയോ എന്നൊരു സംശയം, അത്രയേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ബുദ്ധിമുട്ടുകളൊന്നും എനിക്ക് വലുതായി തോന്നിയില്ല. ടേസ്റ്റ് അത്ര കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ എന്തായാലും അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ലഞ്ചാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഈ ക്യാരറ്റും ബീട്രൂട്ടിലും ഫിഷിലും സ്പിനച്ചിലും ഒക്കെ അത്യാവശ്യം A to Z ABCD FGH എല്ലാം ഉണ്ടാകുമല്ലോ എന്ന പ്രതീക്ഷയോടെ. താങ്ക്സ് ഗൈസ്, ബൈ.